ഹലോ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് അനിൽ രാജ്. ദേവിയ കോളേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹകരണ വകുപ്പിൽ ജൂനിയർ കോപ്പറേറ്റ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് വിജ്ഞാപനം വന്നവർ നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടാവും. PSC 640/2023 കാറ്റഗറി നമ്പർ പ്രകാരം പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2005 ഇടയിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. നിയമാനുസൃതമായ ഇളവുകൾ ഉണ്ടായിരുന്നതാണ്. OBCക്ക് 3 വർഷം, SC/STക്ക് 5 വർഷം ഇളവ് ലഭിക്കുന്നതാണ്. ഇനി അപ്പെക്സ് റീജിയണൽ സെൻട്രൽ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ പ്രൈമറി സൊസൈറ്റിയിലോ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 38 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ജനറൽ കാറ്റഗറിയിൽ 38 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി അതിന്റെ യോഗ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ BCom കോർപ്പറേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയും JDC HDC ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ അയക്കാം. കഴിഞ്ഞ വിജ്ഞാപനത്തിൽ അത് BA BSc BCom കാർക്ക് മാത്രമേ അപേക്ഷ അയക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത്തവണ എനി ഡിഗ്രി പ്ലസ് JDC HDC ഉണ്ടെങ്കിലോ BCom കോർപ്പറേഷൻ ഉണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, സഹകരണ വകുപ്പിലെ ജൂനിയർ ഇൻസ്പെക്ടർ തസ്തികയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ്. സഹകരണ മേഖലയിൽ പഠിക്കുന്ന ഏതൊരാൾക്കും ഒരു ഡ്രീം പോസ്റ്റ് തന്നെയാണത് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിക. ദേവിയ കോളേജിലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷാ പരിശീലനം 5/1/2024 മുതൽ ആരംഭിക്കുകയാണ്. ലൈവ് ക്ലാസ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ് ആയിട്ടും നിങ്ങൾക്ക് ദേവിയ കോളേജിന്റെ ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് ദേവിയ കോളേജിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ദേവിയ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ പരീക്ഷാ പരിശീലന രംഗത്ത് 454 തവണ 1ാം റാങ്കും മറ്റ് നിരവധി റാങ്കുകൾ നേടിയിട്ടുള്ള സ്ഥാപനമാണ്. ഓരോ പരീക്ഷയ്ക്കും കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ വിജയിക്കുന്നത് ദേവിയ കോളേജിൽ നിന്നാണ്. ദേവിയ കോളേജിന് പരസ്യ പ്രചരണങ്ങളെല്ലാം വളരെ കുറവാണ്. ദേവിയ കോളേജിൽ നിന്ന് പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ദേവിയ കോളേജിന്റെ ഏറ്റവും വലിയ പരസ്യമാധ്യമം. മറ്റ് സ്ഥാപനങ്ങളെ പോലെ വലിയ തോതിൽ പരസ്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ വിശ്വസിച്ച് കുട്ടികൾ നമ്മുടെ ദേവിയ കോളേജിൽ വന്ന് ചേരണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ 1ാം റാങ്ക് ദേവിയ കോളേജിലെ ജൂനിയർ ഇൻസ്പെക്ടർ തസ്തികയിലെ 1ാം റാങ്ക് ദേവിയ കോളേജിലെ ശ്രീമതി സാന്ദ്രയ്ക്കാണ് ലഭിച്ചത്. സാന്ദ്ര ദേവിയ കോളേജിലെ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു. കഴിഞ്ഞ ഇൻസ്പെക്ടർ തസ്തികയുടെ സമയത്ത് ദേവിയ കോളേജിന് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ വളരെ പരിമിതമായ സീറ്റിൽ 100 മുതൽ 150 സീറ്റ് വരെയാണ് ദേവിയ കോളേജിൽ അവൈലബിൾ ആയിരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ദേവിയ കോളേജിൽ നിന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് മത്സരിച്ചതെങ്കിലും മികച്ച വിജയമാണ് ദേവിയ കോളേജ് കരസ്ഥമാക്കിയത്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ വിജയിച്ച ആളുകൾ 1ാം റാങ്ക് ശ്രീമതി സാന്ദ്രയ്ക്ക് ലഭിച്ചു. പിന്നെ 21, 29, 37, 52, 54, 59, 69, 77, 90, 104, 111 ഉൾപ്പെടെ മുൻനിര റാങ്കുകൾ ദേവിയ കോളേജിലെ ഉദ്യോഗാർത്ഥികൾ ഈ പറഞ്ഞ പരിമിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ച് തന്നെ നേടിയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ ഒരു അപൂർവ അവസരമാണ് കൈവന്നിരിക്കുന്നത്. നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ ദേവിയ കോളേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ പഠിക്കുന്നതും എവിടെ ചേരണമെന്നും എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പക്ഷെ തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും ശരിയായ തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ്. കാരണം ഒരാളുടെ ലൈഫിൽ 2 or 3 തവണ മാത്രമാണ് ജൂനിയർ ഇൻസ്പെക്ടർ തസ്തിക എഴുതാനുള്ള അവസരം ലഭിക്കുക. മോസ്റ്റ് ആൾക്കാർക്ക് 2 തവണയും ചില ആളുകൾക്ക് 3 തവണയും എഴുതാനുള്ള അവസരം മാത്രമാണ് ലഭിക്കുക. കാരണം കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിക സാധാരണഗതിയിൽ 7 or 8 വർഷം കൂടുമ്പോഴാണ് വിജ്ഞാപനം വരാറുള്ളത്. ഇത്തവണ വിജ്ഞാപനം നേരത്തെയാണ്. സാധാരണ PSC ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ച് പിന്നെയും 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വിജ്ഞാപനം വരാറ്. പക്ഷേ ഇത്തവണ ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ എന്ത് ചെയ്തു, വിജ്ഞാപനം വിളിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് 2024 ഇത്തരത്തിലുള്ള ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും സഹകരണ മേഖലയിൽ പഠിക്കുന്ന ഏതൊരാളുടെയും ഡ്രീം പോസ്റ്റാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിക. ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ തസ്തികയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ജോലികളിൽ നിന്നെല്ലാം വിഭിന്നമാണ്. കാരണം അതെനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഞാൻ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജയിൽ വകുപ്പിലെ ജയിൽ വാർഡനായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത്. ഇന്നത്തെ പ്രിസൺ ഓഫീസർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അന്ന് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അതിന്റെ പേര് ജയിൽ വാർഡൻ എന്നായിരുന്നു. അപ്പോൾ ഈ ജയിൽ വാർഡനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. KSRTCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്പെക്ടറായിട്ട് നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത 6-7 ഡിപ്പാർട്ട്മെന്റുകളിൽ മാറി മാറി വർക്ക് ചെയ്തതിൽ നിന്നും ഏറ്റവും നമ്മുടെ കഴിവും അറിവും പരിചയവും വെച്ച് ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് സമാധാനത്തോടു കൂടി വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു തസ്തികയാണെന്ത്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിക. കാരണം നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ ജോലിയായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ തസ്തികയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇൻസ്പെക്ടർ ആവാം, ഓഡിറ്റർ ആവാം, ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റർ ആവാം, സെയിൽ ഓഫീസർ ആവാം, എൻക്വയറി ഓഫീസർ ആകാം, ഇലക്ഷൻ ഓഫീസർ ആകാം, റിട്ടേണിംഗ് ഓഫീസർ ആകാം, ആർബിട്രേറ്റർ ആകാം.
ഈ ആർബിട്രേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ ജഡ്ജിന്റെ പവറുള്ള ഒരു പോസ്റ്റാണ് ആർബിട്രേറ്റർ. ഓക്കെ, സിവിൽ ജഡ്ജിക്ക് ഈക്വൽ ആണ് നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ആർബിട്രേഷൻ പോസ്റ്റ്. അപ്പൊ എന്തുകൊണ്ടും ഒരു ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ്. എൻട്രി ലെവലിൽ മികച്ച ശമ്പളത്തോടു കൂടി ജോലി വാങ്ങാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിലധികം നല്ലൊരു കോമ്പറ്റീഷൻ ചെയ്യാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഒഴിവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെയൊക്കെ ഞാൻ കേട്ടു 1000 ഒഴിവുണ്ടാകുന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും 1000 ഒഴിവുകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. 400 മുതൽ 450 ഒഴിവ് വരെയാണ് ഈ പറഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒഴിവുകൾ. അല്ലാതെ 1000 ഒഴിവുണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ മിസ്ലീഡ് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. 400 to 450 ഒഴിവുകളാണ് ഈ പറഞ്ഞ ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ. അപ്പൊ പ്രതീക്ഷിത ഒഴിവുകൾക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. കാരണം നിലവിൽ ലിസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്നതായിരിക്കും ഇപ്പൊ വരുന്ന വേക്കൻസികളൊക്കെ ആ ലിസ്റ്റിൽ നിന്നാണ് എടുക്കുക. അതിനുശേഷം ആ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒഴിവുകൾ മാത്രമാണ് നമുക്ക് പുതിയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുക. അതുകൊണ്ട് 400 മുതൽ 450 വരെ വേക്കൻസി മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. ഓക്കെ, അല്ലാതെ 1000 വേക്കൻസി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ച് നമ്മൾ ലിസ്റ്റിന്റെ പിന്നാലെ വന്നാലും കുഴപ്പമില്ല ജോലി കിട്ടുന്നൊന്നും പറഞ്ഞ് പ്രതീക്ഷിച്ച് ആരും പഠിക്കേണ്ടതില്ല. മികച്ച പഠനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വിജയിക്കാൻ കഴിയുള്ളൂ. ആ മികച്ച പഠനം എന്തുമായിരിക്കണം അറിയോ? കൃത്യമായിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് അളവിൽ പഠിക്കണം എന്ന ഒരു ധാരണയോടുകൂടി പഠിക്കണം. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 18 വർഷമായിട്ട് ഈ പറഞ്ഞ സഹകരണ മേഖലയിലുള്ള പരീക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് അളവിൽ പഠിക്കണം എന്നൊക്കെ ഒരു വ്യക്തമായ ധാരണ എനിക്കുണ്ട്. 2006 വന്ന വിജ്ഞാപനത്തിലുള്ള പരീക്ഷയിൽ എഴുതിയിട്ടാണ് ഞാൻ ജൂനിയർ ഇൻസ്പെക്ടർ ആയത്. അതിനുശേഷം 2013 തോന്നുന്നു മറ്റൊരു വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു. 2018 നടന്ന പരീക്ഷയിലാണ് ശ്രീമതി സാന്ദ്ര 1ാം റാങ്ക് നേടി ദേവിയ കോളേജ് മികച്ച വിജയം കൈവരിച്ചത്. അതിനു മുൻപുള്ള പരീക്ഷയിലും, അത് 2013 നടന്ന പരീക്ഷയിലും ദേവിയ കോളേജിന് ഉജ്ജ്വല വിജയമായിരുന്നു. അന്ന് പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ദേവിയ കോളേജിൽ ക്ലാസ് ഉണ്ടായിരുന്നത്, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ. അപ്പോൾ അന്നും ഇതേപോലെ മികച്ച വിജയം. ഏകദേശം 100ഓളം ഇൻസ്പെക്ടർമാര് ദേവിയ കോളേജിൽ നിന്ന് പഠിച്ച് ഇപ്പോൾ സഹകരണ വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി ആളുകൾക്ക് ഇനിയും കിട്ടാനുണ്ട്. ഈ ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ ഈ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 376 റാങ്കുള്ള ആൾ വരെയുണ്ട്. ഈ പറഞ്ഞ 376 റാങ്കുള്ള ആൾക്കും ജോലി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏകദേശം ഈ ലിസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് പൂർണ്ണമായും എന്ത് ചെയ്യും, എടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്, ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഒരു പഠനം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കാഴ്ചവെക്കണം. ഓക്കെ, ഇനി സർവീസ് ബാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജൂൺ 1/4/2023 പുറത്തിറക്കിയ സർവീസ് ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റിൽ ദേവിയ കോളേജിന് 51ാം റാങ്കാണ്. 50 ബാങ്കിലാണ് ദേവിയ കോളേജ് 1ാം റാങ്ക് മേടിച്ചിരിക്കുന്നത്. ഇതാണ് ആ ബാങ്കുകളുടെ പേര്. ഇത് കേട്ടിട്ട് നിങ്ങൾ തള്ളാണെന്നൊന്നും വിചാരിക്കണം കേട്ടോ. ദേവിയ കോളേജ് ഒരിക്കലും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളോ ഇല്ലാത്ത അവകാശവാദങ്ങളോ പൊള്ളയായ വാഗ്ദാനങ്ങളോ നിങ്ങൾക്ക് നൽകാറില്ല. ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ് നമ്മുടെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ യൂട്യൂബിൽ വന്ന് വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും പബ്ലിഷ് ചെയ്യാറില്ല. നമുക്ക് അതിലൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല. ഓറൽ പബ്ലിസിറ്റിയാണ്. ഇവിടെ ജോലി കിട്ടി, പഠിച്ച് ജോലി കിട്ടിയ ഒരാള് തീർച്ചയായിട്ടും മറ്റൊരാളോട് പറഞ്ഞ് അയാള് ദേവിയ കോളേജിലേക്ക് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ള മോസ്റ്റ് കുട്ടികളും പഠിക്കുന്നത്. അല്ലാതെ നമുക്ക് വലിയ കാര്യമാത്രമായ പരസ്യ പ്രചരണങ്ങളൊന്നുമില്ല. നിങ്ങൾ തന്നെയാണ് നമ്മുടെ വലിയ പരസ്യ മാധ്യമങ്ങൾ കേട്ടോ. അപ്പോൾ ദേവിയ കോളേജിൽ നേടിയിട്ടുള്ള 50 1ാം റാങ്കുകളുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞ ഉള്ളത്. ഈ ലിസ്റ്റ് ഞാൻ ഫേസ്ബുക്കിലും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ സാധാരണ ഇടാറുണ്ട്. ഈ 50 ബാങ്കുകളിലാണ് കഴിഞ്ഞ 1/4/2023 പരീക്ഷയിൽ 1ാം റാങ്ക് മാത്രം നേടിയ ബാങ്കുകളുടെ എണ്ണമാണ് ഈ 50 എണ്ണം. ഓക്കെ, മറ്റ് നിരവധി റാങ്കുകൾ നേടി നിരവധി ഉദ്യോഗാർത്ഥികൾ ദേവിയ കോളേജിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്കൊക്കെ കഴിഞ്ഞ ദിവസം CSE പടിയിൽ നിന്ന് എന്ത് വന്നു, അഡ്വൈസ് വന്നു. ഓക്കെ, അപ്പോൾ കൂടാതെ കഴിഞ്ഞ പരീക്ഷ മുതൽ ഈ പരീക്ഷ വരെയുള്ള ആളുകളെ സാധാരണ നമ്മൾ ഒരു നോട്ടീസ് അടിച്ച് പബ്ലിഷ് ചെയ്യാറുണ്ട്. ആ നോട്ടീസിൽ കഴിഞ്ഞ സർവീസ് ബാങ്കിൽ ജോലി നേടിയ ആളുകളാണ് ഇത്രയും ആളുകൾ. ഒരു പരീക്ഷയിൽ നിന്ന് മറ്റൊരു പരീക്ഷ നടക്കുന്നതിനിടയ്ക്ക് ജോലി വാങ്ങിയ ആളുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇവരെല്ലാം വ്യത്യസ്ത ബാങ്കുകളിൽ നിയമനം ലഭിച്ച് ജോലിയിൽ പ്രവേശിച്ച ആളുകളാണ്. ഇവർക്കെല്ലാം എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് അളവിൽ പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. എപ്പോഴും ചോയ്സ് എന്ത് ചെയ്യരുത്, തെറ്റായ തീരുമാനമെടുത്ത് നമ്മുടെ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഓക്കെ, തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് പരീക്ഷ കഴിയുന്നത് വരെയും എന്താണോ സിലബസ് അതിനനുസരിച്ച് പഠിപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും അവിടെയുള്ള പഠിപ്പിക്കുന്ന ആളുകൾക്കും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. കേരളത്തിൽ ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ദേവിയ കോളേജിൽ തന്നെ ചേരണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല.
ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിലും അവിടുത്തെ അധ്യാപകരുടെ നിലവാരവും അവിടെ നിങ്ങൾക്ക് എല്ലാ സമയത്തും ക്ലാസ്സുകൾ ലഭ്യമാകുമെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി ദേവിയ കോളേജിന്റെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മളത് പുറത്തു കൊടുക്കുക, നോട്ട് ഫോർ സെയിൽ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മളത് പ്രിന്റ് ചെയ്യുന്നത്. ദേവിയ കോളേജിലെ സ്റ്റുഡൻസിന് മാത്രമാണ് നൽകാറ്. എൻ്റെ 18 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മുഴുവൻ സ്റ്റഡി മെറ്റീരിയൽസും തയ്യാറാക്കുന്നത് ഞാൻ തന്നെയാണ്. ഒരു ബുക്കിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ അറിവും പരിചയവും വെച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ ദേവിയ കോളേജിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ദേവിയ കോളേജിന്റെ ബുക്കുകൾ അവൈലബിൾ ആവുന്നത്. അപ്പോൾ വ്യത്യസ്ത വിഷയത്തെ സംബന്ധിച്ചിട്ട് PSയുടെ സിലബസ് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബുക്കുകൾ പ്രിന്റ് ചെയ്യും. പ്രിന്റഡ് ബുക്കായിട്ട് തന്നെയാണ് ദേവിയ കോളേജിലെ നോട്ട്സുകൾ കൊടുക്കാറ്. അത് പുറത്ത് അവൈലബിൾ അല്ല. ഇനി ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളെ ദേവിയ കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരിൽ നിന്നും ബുക്ക് കളക്ട് ചെയ്ത് ദേവിയ കോളേജിൽ ചേരാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് പഠിക്കണം. അത് പഠിച്ചാൽ തീർച്ചയായിട്ടും ജോലി കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കാരണം ഇതിന് മുൻപുള്ള അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ കൃത്യമായി അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്താണ് നോട്ടുകളും വീഡിയോ ക്ലാസ്സുകളും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ദേവിയ കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ദേവിയ കോളേജിന്റെ നമ്പറാണ് ഞാൻ ഈ താഴത്ത് കൊടുക്കുന്നത്. ആര് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താങ്ങാവുന്ന ഒരു ഫീസ് മാത്രമാണ് ദേവിയ കോളേജ് ഈടാക്കുക. പ്രിന്റഡ് ബുക്ക് ഉൾപ്പെടെയുള്ള ഫീസാണ്. മറ്റേതൊരു കോച്ചിങ് സെന്ററുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഫീസ് മാത്രമാണ് ദേവിയ കോളേജ് ഈടാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ദേവിയ കോളേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഓക്കെ, ഇനി ഇതിന് എന്തൊക്കെയാണ് സിലബസ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അക്കൗണ്ടൻസി ഉണ്ടാവും. വളരെ 100% പറയാം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ബാങ്കിങ് ആയിരുന്നു കൂടുതലെന്ന് പറഞ്ഞിരുന്നെങ്കിലും പരീക്ഷയ്ക്ക് എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സിലബസ് PSC വൈകാതെ തന്നെ പുറത്തിറക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നെക്സ്റ്റ് മന്തോടുകൂടി തന്നെ, അതായത് ജനുവരി 2024 ജനുവരിയിൽ തന്നെ നമുക്ക് PSCയുടെ പരീക്ഷാ കലണ്ടർ വരും. അതിൽ നമുക്ക് എന്തറിയാം, ഇതിന്റെ എക്സാം ഡേറ്റും സിലബസിനെ കുറിച്ചും അറിയാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് മിക്കവാറും ലഭിക്കുക. ഇനി ചിലപ്പോൾ നീണ്ടുപോകാനും സാധ്യതയുണ്ട്. അത് നമുക്ക് PSCയുടെ കലണ്ടർ വന്നാലേ അറിയാൻ പറ്റൂ. അപ്പോൾ ആ കിട്ടുന്ന സമയം കൃത്യമായ ധാരണയോടുകൂടി ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ഇൻസ്പെക്ടർ തസ്തികയിൽ സിമ്പിൾ ആയിട്ട് ജോലി വാങ്ങാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസി, ബാങ്കിങ്, ഓഡിറ്റിംഗ്, കോർപ്പറേഷൻ, IT ആൻഡ് സൈബർ ലോ, ഈ 5 സബ്ജക്റ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മേ ബി ഇതിൽ പുറമെ എന്തെങ്കിലും സബ്ജക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, ആക്ട് ആൻഡ് റൂള് നിങ്ങൾ അറിഞ്ഞ ആഴത്തിൽ പഠിക്കണം. പറഞ്ഞാൽ ആക്ട് ആൻഡ് റൂളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് എന്ത് ചെയ്യരുത്, മിസ്സായി പോകരുത്. കാരണം 110 സെക്ഷനും 201 റൂളും മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 110 സെക്ഷനും 201 റൂളും ആഴത്തിൽ പഠിച്ചാൽ, അറിഞ്ഞു പഠിച്ചാൽ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് എന്ത് ചെയ്യില്ല, അതിൽ നിന്ന് നമുക്ക് മിസ്സാവില്ല. പിന്നെ അക്കൗണ്ടൻസിയും ബാങ്കിങ്ങിന്റെ കാര്യം, ഇത് നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി, ബാങ്കിങ് എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് ചിലപ്പോൾ മേ ബി സ്വയം പഠിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ആക്ട് ആൻഡ് റൂളൊക്കെ വളരെ ഡീപ്പായിട്ട് ഇരുന്ന് നല്ലൊരു ബുക്ക് കിട്ടിയിട്ട് വായിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അക്കൗണ്ടൻസിയുടെയും ബാങ്കിങ്ങിന്റെയും കാര്യം അങ്ങനെയല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ധാരണയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അക്കൗണ്ടൻസി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് വരണം. അതോടൊപ്പം തന്നെ ബാങ്കിങ്ങിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. ആ പുതിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളിൽ എത്തിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവിടെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കപ്പാസിറ്റി അവർക്കുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുക. അല്ലാതെ നമ്മുടെ വിലയേറിയ ഒരു അവസരം, ഇപ്പോൾ സർവീസ് ബാങ്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എവിടെ ചേർന്ന് പഠിച്ചാലും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് മാറ്റാനുള്ള അവസരം നിങ്ങൾക്ക് ധാരാളം ഉണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരീക്ഷ എഴുതി വിജയിച്ചില്ല, ഓരോ 4 മാസം കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പുതിയ വിജ്ഞാപനം വരാറുണ്ട്. പക്ഷേ ഇൻസ്പെക്ടർ തസ്തികയുടെ വിജ്ഞാപനം അങ്ങനെയല്ല, വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്നതും വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളതുമായ ഒരു പോസ്റ്റാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റ്. കാരണം എനിക്കത് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ടറായിട്ടും വർക്ക് ചെയ്ത ആളാണ്. ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു ജോലിയാണെന്ത്, നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഓഡിറ്റർ തസ്തികകൾ. ഓക്കെ, അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു പഠനം തന്നെ വേണം ഇത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ എന്തെങ്കിലും കാണിച്ച് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ തവണ 1ാം റാങ്ക് ഉൾപ്പെടെ വാങ്ങിയ സാന്ദ്ര ആദ്യം കോഴിക്കോട് സിറ്റി ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിട്ട് ജോലി ലഭിച്ച് അവിടെ കുറേ കാലം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പഠിക്കുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
വിജയിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. പക്ഷേ ഈസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. 400 മുതൽ 450 വേക്കൻസി മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിന്റെ ഈ വേക്കൻസിയുടെ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്, ലിസ്റ്റിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഉജ്ജ്വല പഠനം കാഴ്ചവെക്കുക. എന്ത് പിന്തുണയും ദേവിയ കോളേജിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പുതിയ ബുക്കുകളൊക്കെ നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീഡിയോ ക്ലാസ്സുകളെല്ലാം കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി പറയാം, ദേവിയ കോളേജിലെ മോസ്റ്റ് ക്ലാസ്സുകൾ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. IT ആൻഡ് സൈബർ ലോ പോലുള്ള ചില പ്രത്യേക വിഷയങ്ങൾ മാത്രമാണ് പുറത്തുനിന്നുള്ള ആളുകൾ കൈകാര്യം ചെയ്യുക. ബാക്കിയുള്ള അക്കൗണ്ടൻസി, ബാങ്കിങ്, ഓഡിറ്റിംഗ്, കോർപ്പറേഷൻ ആക്ട് ആൻഡ് റൂൾസ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ 18 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതെല്ലാം ആർജിച്ചെടുത്ത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഏതളവിൽ പഠിപ്പിക്കണമെന്ന വ്യക്തമായ ധാരണ എനിക്കുണ്ട്. അപ്പോൾ ദേവിയ കോളേജിലേക്കുള്ള ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഉണ്ടാവും ഈ പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങളോടൊപ്പം, നിങ്ങളെ ഇൻസ്പെക്ടർ ആക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.